ഇപ്പം ഞാൻ സാധാ അരി വെച്ചിട്ട് റേഷൻ അരി വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരുമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സാധാ അരി, റേഷൻ അരി ഇപ്പം എൻ്റെ അടുത്തില്ല, ഇത് സാധാ അരിയാണ്. അതേമാതിരി വേഗം വേകണ അരി തന്നെയാണ്. റേഷൻ അരി വെച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, 500 ചിക്കൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചിക്കന് എല്ലുള്ള ചിക്കൻ എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലായിരുന്നു. അപ്പോൾ ഞാൻ എല്ലുള്ള ചിക്കൻ അല്ലത്, ഈ കുറഞ്ഞ എല്ലൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല നെയ്യുള്ള ഇത് തോലോട് കൂടിയുള്ള ചിക്കൻ എടുത്താൽ ഈ ചോറ് നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് തിളപ്പിച്ചൂറ്റാൻ വേണ്ടിയിട്ട് വെക്കണ വെള്ളത്തിൽ കറാമ്പൂവും ഏലക്കായും കറാമ്പട്ടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ടുകാണ്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മല്ലിൻ്റെ ഇല, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ഉള്ളി, പിന്നെ മസാലപ്പൊടികളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അരി. അപ്പോൾ അരി ഇട്ട് കൊടുക്കണം. നമ്മളെ ക്യാരറ്റും ഏലക്കായും കറാമ്പൂവും കറാമ്പട്ടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിൽ വെളിച്ചെണ്ണയും വിനീഗറും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അരി അതിൽ ഒന്ന് തളിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ അടുത്ത് ചെറുനാരങ്ങൻ്റെ നീരുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത്. വെള്ളം നല്ലവണ്ണം തളിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു ഫ്ലാസ്കിലേക്ക് കുറച്ച് വെള്ളം മുക്കിയെടുക്കുകയാണ്. കൂടുതൽ വെള്ളം ആവശ്യമില്ല, 2 ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ. ഇത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉപ്പ്, അരി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒട്ടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് നല്ല വന്ന് തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് ഊറ്റി കൊടുക്കാം. പിന്നെ അരി ഞാൻ 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരടുപ്പത്ത് നമ്മൾ ഉള്ള മസാല റെഡിയാക്കാൻ നിൽക്കാം. അപ്പോൾ നമ്മളെ പാന് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. സാധാരണ ബിരിയാണി വെക്കണ പോലെ തന്നെ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വലിയ ഉള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറ് വെന്ത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കനും തക്കാളി, കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ 1 കപ്പ് തൈര്, പുളിപ്പില്ലാത്ത തൈരാണ്. പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഉപയോഗിക്കുക. കുരുമുളക് പൊടി 1.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി പിന്നെ നിർബന്ധമാണല്ലോ. അതൊക്കെ അളവ് ഞാൻ പറയണില്ല. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്കുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് 1 ടീസ്പൂണ് കരിമസാലപ്പൊടി, ബിരിയാണി മസാലയാണത്, ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ്. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തക്കാളിയൊന്നും അധികം വെന്ത് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സാധാ ചോറായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളിയൊക്കെ അതിൽ തന്നെ കിടന്ന് വെന്തോളും തീ ചുരുക്കി കൊടുത്തിട്ട് ഇത് ദമ്മിട്ട് കൊടുക്കുകയാണ്. മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോലെ തന്നെ ബിരിയാണി മസാലയും കുറച്ച് ഒന്ന് തൂവി കൊടുക്കാം.
നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും ഒഴിച്ച് കൊടുക്കുക. ഈ തീ വളരെ നേരിയ തീയിലിട്ടിട്ട് 25 മിനിറ്റ് നേരം ദം ചെയ്യുക. വളരെ നേരിയ തീയിലാണ് വേണ്ടത് കേട്ടോ. അപ്പം അതിൻ്റെ എയർ ഒക്കെ അടച്ച് കൊടുത്തിട്ട് ഇത് വളരെ നേരിയ തീയിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതൊന്ന് തുറക്കണം. ഇതിൻ്റെ മേലെ വെയിറ്റ് വെച്ച് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ എയർ തീരെയും പുറത്തേക്ക് പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കോയിൻ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് മൂടി അടച്ച് വെച്ച് അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ കൂടുതൽ വെള്ളം വെച്ച് കൊടുത്താൽ മതി. എന്നാലും എയർ പോവില്ല. അപ്പം എനിക്ക് ഈ മൂടി ആയതുകൊണ്ട് അങ്ങനെ വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ ഇഞ്ചിയൊക്കെ കുത്തുന്ന ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇളക്കി കൊടുത്താൽ നമ്മൾ ഇളക്കിയിട്ട് ഞാനിത് മൂടി വെക്കും. പിന്നെ ഇനി നോൻപ് വറുക്കണ സമയത്തെ തുറക്കുള്ളൂ. ഉള്ളിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊരിച്ച് കോരിയിട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. സാധാ അരി ആവുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. നോൻപ് വറക്കണ സമയത്ത് ഇനി ഇത് എടുക്കുള്ളൂ. ഇത് നല്ല നെയ്യുള്ള നമ്മൾ തോലോടുക്കനുള്ള കോഴി ഉണ്ടല്ലോ, ബ്രോസ്റ്റ് ഉണ്ടാക്കണേ, ആ ചിക്കനായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നല്ല നെയ്യും കിട്ടും. അങ്ങനത്തെ ചിക്കനിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതേപോലെ സാധാരണ ബിരിയാണീൻ്റെ പോലെയല്ല, അത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളെ ചോറുമ്മക്ക് മസാലേൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.